ഈ സൂഫിസത്തിനെ പറ്റിയൊന്നും സത്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ, നമ്മൾ എത്ര അക്കാഡമിക്കായിട്ട് വിമർശനം ഉന്നയിച്ചാൽ എന്താ അതിൻ്റെ അവസ്ഥ? ഇപ്പോൾ ഈ പിന്നെ ഇപ്പോൾ സൂഫിസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ വീഡിയോസ് അടക്കം അതിൽ പല സ്ഥലത്തും സൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഉദ്ധരിക്കപ്പെടുന്നുണ്ടൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അടിയിലെല്ലാം വരുന്ന കൊമൻസ്, അത് പലരും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോൾ അതിലൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു എന്താണ് തിളച്ച് പൊങ്ങുന്ന ഇൻടോളറൻസ്, അതിൻ്റെ ഒരു വയലൻസ്, അതിലെ തെറിവിളികൾ, നമ്മളെ പല നെയിം കാളിങ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മളെ ഒരു ഭീകരവാദി എന്നടക്കം എന്തൊക്കെ രൂപകങ്ങളാണ് അതിലേക്ക് കടന്നു വരുന്നത്. അതായത് ഈ ഇസ്ലാമോഫോബുകൾ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി, ടെററിസ്റ്റുകളായി ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാത്തരം മെറ്റഫറുകളും വാക്കുകളും അത് വാരി വെതറപ്പെടുകയാണ് ഈ കൊമൻസിൽ. അതായത് ഈ പറഞ്ഞ പോയിന്റിനോടൊന്ന് എൻഗേജ് ചെയ്യാനോ, അതിനോടൊന്ന് വൈജ്ഞാനികമായി പ്രതികരിക്കാനോ, അതൊരു ഡിസ്കഷൻ എടുക്കാനോ, അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അതിലെന്തെങ്കിലും ഒരു മറുവാദം അവതരിപ്പിക്കാനോ, അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരൻ എന്നുള്ള നിലക്ക് സ്നേഹപൂർവ്വം ഒരു കോൺവെർസേഷന് മുതിരാനോ, അങ്ങനത്തെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടാക്കാനോ ഒന്നും ഒരിക്കലും ശ്രമിക്കാതെ ഡിസ്മിസ് ചെയ്ത് ഡീബങ്ക് ചെയ്ത് അത് അയാളെ തെറി വിളിച്ച് അതായത് ഇസ്ലാമോഫോബിക് ഡിസ്കോഴ്സിൻ്റെ അതിൽ നിന്നുള്ള എല്ലാ വെക്കാബുലറിയും കടമെടുത്ത് ഇതാണ് ഇപ്പോൾ പറയുന്ന സൂഫിസം. ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇതിനെ എതിർക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു തരം പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും ഇല്ല, അവർക്ക് മുസ്ലിങ്ങളുടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോട് എൻഗേജ് ചെയ്യാൻ കഴിയില്ല. ഉണ്ടാകാം, ഞാൻ പറയുന്നത് സൂഫിസത്തെ വിമർശിക്കുന്ന ആൾക്കാരിൽ അങ്ങനത്തെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു പക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നും, ഇവർ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന സൂഫികളെ അവരുടെ ഇടയിൽ ഇത് വ്യാപകമായിട്ടുണ്ടെന്നും അവരിതിൽ നിന്നൊന്നും മുക്തമല്ല എന്നും ഇവർ ഈ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, സൂഫിസം കൊണ്ടുണ്ടാകുന്ന ഒരു നിസ്സംഗത, ഒരു സാത്വികത, വളരെ നിർമ്മതത്വത്തോടു കൂടി ലോകത്ത് നോക്കിക്കാണാം, അങ്ങനത്തെ ഒന്നും ഒരു പരിശീലനം ഇവർക്കാർക്കും കിട്ടണില്ല എന്നുള്ളതും വളരെ വളരെ ക്ലിയറാണ്.